നോക്കിയിട്ട് നമുക്ക് എമൗണ്ട് എത്ര വരിക എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. അതോട്ടിനെ വിളിച്ചുകൊണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഓരോരുത്തർ കാര്യം പറഞ്ഞാൽ ചുരുങ്ങിയതൊരു മാസമായാലും ഓരോരുത്തർ തീരുമാനം കിട്ടുള്ളൂ. വിളിച്ചുകൊണ്ടൊക്കെ ഉണ്ട്. അത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് കിട്ടിയ പൈസ വെക്കണം വേണ്ടി മുനിസിപ്പാലിറ്റി ചെയ്യും. ഓരോരുത്തർ കാര്യം പറഞ്ഞാൽ ചുരുങ്ങിയതൊരു മാസമായാലും ഓരോരുത്തർ തീരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഓരോരുത്തർ കാര്യം പറഞ്ഞാൽ ചുരുങ്ങിയതൊരു മാസമായാലും ഓരോരുത്തർ തീരുമാനം കിട്ടുള്ളൂ. വിളിച്ചുകൊണ്ടൊക്കെ ഉണ്ട്. അത് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് കിട്ടിയ പൈസ വെക്കണം വേണ്ടി മുനിസിപ്പാലിറ്റി ചെയ്യും. അവിടെ ഓവർസിയർ വന്ന് നോക്കി. ഞാൻ ഇന്ന് വരെ വോട്ട് ചെയ്തോണോ? ഒന്ന്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഇത് ലീഗിന് ഇന്ന് വരെ കുത്തിക്കണോ? ഇനി മറുപടി പറയട്ടെ. മറുപടി പറയാനുള്ള സമയം ഉണ്ടാ? ആയിക്കോട്ടെ, ഈ മറുപടി പറയാനുള്ള സമയം കൊണ്ടാ? ഇത് വാർത്തക്കാരമായില്ല. ഇത് രണ്ട് ചോദ്യം ചോദിച്ചു. ആ രണ്ട് ചോദ്യത്തിന് മറുപടി പറയാനുള്ള സമയം കൊണ്ടായി. അതായത് മോനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 വോട്ടിനാണ് നാട്ടിലുണ്ടായിട്ടുള്ളൂ. ഒന്ന് മുജീബും മാനുമാഷും ഒരു നിർണായക ഇലക്ഷനാണ്. പറയട്ടെ സമയം കൊണ്ടാ. ആ ഇലക്ഷനിലാണ് ഞാൻ ഒന്ന് നാട്ടിലുള്ളത്. ഞാൻ ആർക്കേ കുത്തുള്ളൂ? മാനുമാഷൊക്കെ കുത്തുള്ളൂ. കാരണം മാനുമാഷ് എന്ന് പറയുന്ന വ്യക്തിത്വം ആ സമയത്ത് ഇന്നെ കൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഓൽക്കൊക്കെ ഞാൻ അപരിചിതനാണ്. ആ സമയത്ത് ഓരോ ഏരിയയിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു കാട്ടി കൂട്ടാൻ പറ്റുന്ന മുഴുവൻ കാട്ടിക്കൂട്ടി ആ ചൈന റോഡൊക്കെ രാത്രി കുത്തി കളിച്ചു കൊടുക്കും. ഞാൻ ഓർമ്മ ഉണ്ടോ? അതൊക്കെ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാനുമാഷെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റോഡാനാക്കാം. അപ്പോൾ ആ സമയത്ത് ആ കുടുംബത്തിന് ബാധ്യത ഇവർ കരുതി തീർത്തുകൊടുക്കാൻ കഴിയും. അവർ തീർത്തുകൊടുക്കും. കാരണം ഓൽക്ക് അപ്പോൾ ജയിക്കലാണ് ആവശ്യം. ഏതൊക്കെ ഏരിയ ഓൽക്ക് പരിചയമില്ലാത്ത അവിടെയുള്ള ആളുകൾ ഞാൻ വിളിച്ചിട്ട് അത് പരിഹാരം ഉണ്ടാക്കുകയാണ്. ഇന്ന ആദ്യം ഒരു മീറ്റിങ്ങിൽ വിളിച്ചിട്ട് ഈ നമ്മളെ കൂടിയിട്ട് ആ ഭാഗത്ത് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റെ കൂടെ നടന്നുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാ വീട്ടിലും ഇന്നും കൂട്ടി കയറി ചെന്നുകൊണ്ട് വോട്ട് ചോദിച്ചു. അവിടെ ഞാൻ എന്തായി? ഞാൻ ആളായി. ഞാൻ ആ വോട്ട് ഞാൻ സൽമാനോട് ഇവിടെ പറഞ്ഞു ചെയ്തത് ഇതാ മുജീബനാണ് കുത്തിയിട്ട് മുജീബൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റേ മുജീബനാണ് കുത്തിയിട്ട് മുജീബൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് എന്ത് ചെയ്യും? ഇവിടെ നിങ്ങളെ വീട് തേച്ചരും, അത് തരും, ഇത് തരും പറഞ്ഞാൽ എല്ലാവർക്കും ഓഫർ ഞാൻ കൊടുത്ത ഓഫറാണ്. ഞാൻ ഇവരോടൊക്കെ ഈ മുജീബിന് വേണ്ടി കുത്താൻ പറഞ്ഞില്ലേ? അംസാഖാനോട് അടക്കം. അംസാഖ് അന്ന് കാലുകൊണ്ട് വെച്ചാൽ അന്ന് അംസാഖ് എന്തോ കാലോട് ഞാൻ എന്തോ കിടക്കണം. എന്നിട്ട് ഇവരോടൊക്കെ ഞാൻ മുജീബിനെ കുത്താൻ പറഞ്ഞും ചെയ്തു. എന്നിട്ട് ഞാൻ മാനുമാഷ് കുത്തി പറഞ്ഞാൽ അത് ശരിയല്ല. അംസാഖാനെ തോളിൽ പിടിച്ചാണ് ഞാനാണ് കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വോട്ട് അയാൾ കുത്തേണ്ടി ഞാൻ കാണും. കോണിക്ക് കുത്തൂല, ഒരാളും കുത്തൂല. കാരണം മാനുമാഷ് എന്ന് പറയുന്ന വ്യക്തിത്വം അത്രയും ജനങ്ങൾക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയിലും. ഇപ്പോൾ ഈ വെള്ളത്തിന്റെ കേസ് പറഞ്ഞല്ലോ, ഈ വെള്ളത്തിന്റെ കേസ് മാനുവാക്കാനായിട്ടാണെങ്കിൽ ഒറ്റ വട്ടം പറഞ്ഞാൽ മതി. ഇപ്പോൾ വെള്ളം അവിടെ തീരുണ്ടാവും. 2 മാസം ഇതുവരെ വെള്ളം തീരില്ല. അത് മുജീബിനെ സംബന്ധിച്ച് ഞാൻ ഫണ്ട് പാസ്സാക്കാന്ന് പറഞ്ഞു എന്നല്ലാതെ എന്നിട്ട് തന്നെ ഇപ്പോൾ ഏനോട് പറഞ്ഞിട്ട് അസംകുട്ടിയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ട് ഫണ്ട് പാസ്സാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു കേൾക്കേ. എന്നിട്ട് ആ മാനുമാഷെ സംബന്ധിച്ച് മുജീബും മാനുമാഷും എന്ന് പറഞ്ഞാൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നിട്ടും ഞാൻ ഒരാൾ ഇവരോടൊക്കെ അത് പറഞ്ഞല്ലോ, ഞാൻ കാരണം അതിന് കുത്തിയല്ലോ എന്നുള്ള കാരണത്താൽ എൻ്റെ മനസ്സാക്ഷിനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആക്കണല്ലോ. ആ ഒറ്റ കാരണത്താൽ ഞാൻ അന്ന് മുജീബിനെ ഞാൻ കുത്തി. രണ്ടാമത്തെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ഇനി ഞാൻ രണ്ടാമത്തെ ഒരു ഇലക്ഷന് നാട്ടിലുള്ളത് ഏതാ ചോദിച്ചാൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ, അതായത് ടി മുഹമ്മദ് ബഷീർ, അതൊരു നിർണായക തെരഞ്ഞെടുപ്പായിരുന്നു. ഏത് നമ്മളെ BJP യുമായിട്ടുള്ള ഒരു അംഗം വെട്ടും ഈ പരനാറിൻ്റെ ഭരണവും BJP-ൻ്റെ വൃത്തികെട്ട ഭരണവും ഇതിനൊക്കെ താരതമ്യേന തമ്മിൽ ഭേദം തോമൻ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, അതായത് ഇനി രാഹുൽ ഗാന്ധിയിലൂടെ മാത്രമേ ഇനി ഇന്ത്യക്കൊരു മോചനമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾത്തിപ്പെട്ട തന്നെയാണ് ഞാനും. അപ്പോൾ ആ ഒരു കുത്തിൽ ഉമ്മാനും കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഉമ്മാക്ക് താങ്ങി പിടിച്ചാൽ റൈറ്റ് ടു ലെഫ്റ്റ് ഞാനും അന്തരോണം ഉണ്ടായിട്ട് അതും ഇമ്മ അടക്കം. അപ്പോൾ എന്നിട്ട് നിൽക്കേ, അപ്പം ആ ഇലക്ഷന് ഞാൻ എന്ത് ചെയ്തു? കുത്തി. ആർക്ക്? നിങ്ങളെ മുസ്ലിം ലീഗ്, നിങ്ങളെ കോൺഗ്രസിന്. അപ്പോഴും നമ്മളുടെ അല്ലത്, നമുക്ക് ആവശ്യം ഉണ്ടായിട്ട് കുത്തില്ല. അപ്പോൾ ഈ 2 ഇലക്ഷനാണ് എൻ്റെ ലൈഫിൽ ഞാൻ നാട്ടിലുണ്ടായത്. ഇത് രണ്ടും ഞാൻ എന്ത് ചെയ്തു പോകണു? നിങ്ങൾക്ക് കുത്തി പോകണം. പോരെ. ഇനി എന്താ ചോദിക്കാളെ? ലീഗ് കമ്മിറ്റിയോ ലീഗിനായിട്ട് ബന്ധമുള്ളതാണോ എന്നുള്ള ഇവിടുത്തെ വിഷയം. 2 മാസമായിട്ട് വെള്ളം മുട്ടിക്കുക. അത് ഇവരെ ഔദാര്യത്തിൽ നിന്ന് എടുത്തിരുന്നല്ല, മാസം പൈസ കൊടുക്കുന്നതാണ്. അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ്റെ അധികാരം വെച്ചിട്ട് വിളിച്ച് പറഞ്ഞ് എന്താ വെച്ചാൽ വേണ്ടത് പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാവും. എന്തുകൊണ്ട് ഉണ്ടാക്കില്ല? വേണ്ട. നമ്മളെ മുനീറാക്ക അയാൾക്കൊരു മനുഷ്യത്തുണ്ട്. അയാൾ 1-2 പ്രാവശ്യം എന്നോട് ഈ വിഷയം പറഞ്ഞു ചെയ്തു. അതൊരു ഭയങ്കര മോശം പരിപാടി തന്നെയാണ്. ഇത്രയും 2 മാസമായിട്ട് ഒരാൾക്ക് വെള്ളം ചതക്കുക. ആ മോശം മുജീബിനുണ്ടായില്ല. മുജീബിനായിട്ടും ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏത് ദയനീയമായിട്ടും മാന്യമായിട്ടൊക്കെ പറയാൻ പറ്റുന്ന അങ്ങേറ്റം പറഞ്ഞിട്ടാണ് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് മനുഷ്യൻ അങ്ങേയറ്റാകുമ്പോഴാണ് പിന്നെ മാന്യത വിട്ട് സംസാരിക്കുള്ളൂ. എന്നാൽ തന്നെ ഞാൻ മാന്യത വിട്ടുകൊണ്ട് മുജീബിനോട് സംസാരിച്ചിട്ടില്ല. സംഗതി മുജീബൊക്കെ കുടുംബക്കാരനാണ്, നമ്മളെ വാർഡ് കൗൺസിലറാണ്, നമ്മളെ മുനിസിപ്പൽ ചെയർമാനാണ്, ഒക്കെയാണ്. ആ ഒരു അധികാരം വെച്ചിട്ട് അയാൾ ചെയ്യേണ്ട ഒരു ചോദ്യത്തിൻ്റെ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനിപ്പോൾ അവിടെ കോയൽക്കിണറത്തെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട്, നമ്മളെ കോയൽക്കിണറിൻ്റെ മോട്ടറിൻ്റെ അവസ്ഥ അറിയാലോ, വെള്ളം ഇല്ല. എന്നാൽ ഉള്ള വെള്ളം ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാകുമ്പോൾ വെള്ളം കിട്ടിക്കോട്ടെ വെച്ചിട്ട് കോയൽക്കിണറിൻ്റെ മോട്ടർ ശരിയാക്കാൻ വേണ്ടി ആദ്യം ഞാൻ മോട്ടറിനെ വിളിച്ചുകൊണ്ട് മോട്ടർ എന്താക്കാൻ പറഞ്ഞപ്പോൾ ഇത് മോട്ടറിൻ്റെ പ്രശ്നമല്ല, കോയൽക്കിണറിൽ വെള്ളമില്ലാത്ത പ്രശ്നമെന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് ചെക്ക് ചെയ്ത് പോയി ആ തുടക്കത്തിൽ. അത് കഴിഞ്ഞപ്പോൾ ഈ വെള്ളം പറ്റ മുട്ടിയപ്പോൾ ഞാൻ എന്തെങ്കിലും കാട്ടിയിട്ട് അതിൻ്റെ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ മോട്ടറിനോട് ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ആ മോട്ടർ എന്നാക്കേണ്ട ചെറുക്കൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എടാ, ഈ 1.5 മാസമായിട്ട് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ മോട്ടർ ഇനി ഒന്നും കൂടി കുറച്ച് പൈപ്പ് ഇറക്കിയിട്ടോ അല്ലെങ്കിൽ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെക്കൻ, ആ ഒരു പരിചയമില്ലാത്ത ആ മോട്ടർ എന്നാക്കേണ്ട ചെക്കൻ ചോദിച്ച ചോദ്യമുണ്ട്. എന്നിട്ട് ഇപ്പോൾ വെള്ളത്തിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതൊരു മനുഷ്യൻ്റെ ചോദ്യമാണ്. ആ ചോദ്യം മുജീബിനില്ല. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മുസ്ലിം ലീഗിനെ കുറ്റം പറയേ അല്ലെങ്കിൽ നിങ്ങളെ ഇത് മുസ്ലിം ലീഗ് നന്നാക്കി തരണം എന്ന് പറയേ, മുസ്ലിം ലീഗിൻ്റെ ഔദാര്യത്തിന് തരണം, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ അവകാശം. കുടിവെള്ളം കരണ്ടും എത്ര കാലമായി ചങ്ങായി. അവിടെ നമ്മളൊരു മോട്ടർ വെച്ചിട്ടേ
സൽമാത്താനോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ആ കോൽക്കിണറിൻ്റെ മോട്ടർ ഏത് സമയത്താണ് ഇടാൻ പറ്റുക, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. വോൾട്ടേജ് ഇല്ലാത്ത പ്രശ്നം എത്ര കാലമായി നമ്മൾ ആ ഏരിയയിൽ വോൾട്ടേജ് ഇല്ലായിട്ട്. എന്നിട്ട് ഇപ്പോൾ മറ്റേ ഷാപ്പിൻ്റെ ലൈൻ വന്ന് അപ്പുറത്തെ ലൈൻ വന്ന് ഇങ്ങോട്ട് ആക്കി നമ്മൾ, എന്നിട്ട് വോൾട്ടേജ് ഉണ്ടോ? ഇല്ല. നമ്മൾ മോട്ടർ ഇടുന്നുണ്ടെങ്കിലും മോട്ടർ ഇടുന്ന സമയം നോക്കി നിൽക്കണം. ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് വോൾട്ടേജ് ഉണ്ടായി അപ്പോഴാ വോൾട്ടേജ് അവിടെ ഇല്ല. എന്ത് കിണ്ടി അവിടെ ഉള്ളത്? അത് നമ്മൾ വോട്ട് കുത്തിയില്ല എന്നല്ല, നമ്മൾ വോട്ട് കുത്തിയാലും കുത്തിയില്ലെങ്കിലും അത് ജനങ്ങളുടെ അവകാശമാണ്. ഒരു നികുതി വെള്ളത്തിനും കറണ്ടിനും ഒക്കെ ബില്ലടിച്ച് വണ്ടിയും ടാക്സും ബില്ലും നികുതി അടക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവിടെ അവകാശമാണ്. അത് ഓൽക്ക് വോട്ട് കുത്തിയോ വേൽക്ക് വോട്ട് കുത്തിയോ എന്നുള്ള ചോദ്യം തന്നെ അവിടെ ഇല്ല. ആരെ പരിഹരിക്കാം? ഇത് എന്റെ പെരീത്ത് മാത്രമല്ല വോൾട്ടേജിന്റെ പ്രശ്നം, ആ ഏരിയ തന്നെ വോൾട്ടേജ് ഇല്ലേ. ഇതൊക്കെ എത്ര ആരോട് പറയാൻ ഇതിന്റെ ബാക്ക് കൂടി ഞാൻ നടക്കുക? ആർക്ക് അതിന്റെ ബാക്ക് കൂടി നടക്കാൻ സമയം ഉണ്ടാകുക? വോൾട്ടേജ് ഇല്ലാന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് കൂടെ നടന്നു, അത് മാറ്റി എന്നിട്ട് വോൾട്ടേജ് ഉണ്ടോ? എന്നിട്ട് പിന്നെ ഓലെ ബാക്ക് കൂടെ നടക്കേ, പിന്നെ ഓലെ കൈ പിടിച്ച് നടക്കേ. അല്ല, ഇതൊക്കെ ആരോടെ പോയി പറയണ്ടേ? ആകാശത്ത് നോക്കി പറയേ. KCB കംപ്ലൈന്റ് ചെയ്താൽ പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കലാരാ? ചിലപ്പോ ഓക്കെ ആവും. അവിടെയും എനിക്ക് ചിലപ്പോഴല്ലേ ഓക്കെ ആവുള്ളൂ. അത് ചിലപ്പോ ഓക്കെ ആയാൽ മതിയോ? നിയമവശം ഇത് നിയമം ഇതൊന്നും പഠിപ്പിച്ചണ്ട. ഞാൻ അപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ ഇത് തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഏത് വീഡിയോ ഒക്കെ കാത്തിക്കണ്ട്? 30 വീടിന്റെ വീഡിയോ ഇടണോ? അപ്പൊ ഞാൻ ഇടണമെങ്കിൽ ഇടാ. ഞാൻ ഇട്ടരാം. ആരെ കൊടുങ്ങ? അബാസാക്കാർക്കും താഴത്തെ എന്തേ നിങ്ങൾ മനുഷ്യന്മാരായിട്ട് പരിഗണിച്ചിട്ടില്ലേ? ലീഗേരും മാർക്സിസ്റ്റുകാരും എന്നുള്ളതല്ല അവിടെ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളൊന്നും ഇപ്പോഴും മനുഷ്യന്മാരായിട്ടില്ല. നമ്മൾ മാനമാശം ഉണ്ടായപ്പോ ലീഗേരാണോ മറ്റേ മാർക്സിസ്റ്റുകാരാണോ നോക്കിയിട്ടല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരാണോ നോക്കിയിട്ടാണ്. എല്ലാ മനുഷ്യന്മാരായി കണ്ടിന്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്താണ് കണ്ടന്റ്? എന്താ അത് ഞാൻ എന്നെ കൊണ്ട് ആവശ്യമുള്ള പറയിപ്പിച്ചോളാം. ഇപ്പൊ തൽക്കാലം എന്റെ വെള്ളം എന്താവും നോക്കട്ടെ. എന്നാലും പറയണം. അപ്പൊ സൗലമിത് വരണ്ടിയിലൊക്കെ കാര്യമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. തെറ്റൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മതി. ഇപ്പത്തെ കുടിവെള്ളത്തിന്റെ പദ്ധതിയില്ലേ, ആ പദ്ധതി തന്നെ ഞാൻ നടക്കാന്നുള്ളതിന്റെ അപ്പുറത്തേക്കായി എന്തിന്റെയൊക്കെയാണ് നീ പറയാ? അപ്പൊ ഈ കുടിവെള്ളത്തിന്റെ ഇതിലും മക്കളും മുക്കളൊക്കെ നടന്നോന്ന് നിങ്ങളെ സമയക്കുണ്ട്. അന്റെ പേക്ക് കൊടുങ്ങോ? അന്റെ പേക്ക് കൊടുങ്ങോ? അപ്പൊ നഗരസഭന്റെ മക്കളൊക്കെ കൊടുക്കാം നമുക്ക്. എന്റെ പേക്ക് കൊടുങ്ങോ നമുക്ക് കൊടുക്കാണ്. എന്നിട്ട് എന്തെങ്കിലും ആയോടാ? വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഇതേ കഴിഞ്ഞ ദിവസം നമ്മളൊരു മന്ത്രി പറഞ്ഞിട്ടില്ലേ, അവിടെ ഇതിടിഞ്ഞ് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടില്ലേ, സിസ്റ്റം ശരിയല്ല, ഇത് ആര് ശരിയാക്കുന്നുള്ളതാണ് പ്രശ്നം. സിസ്റ്റം ശരിയാവണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവർ വേണ്ടേ? അവർക്ക് ഇന്ന് സമയം ഇയാളെ 3-4 വീട്ടുകാർക്ക് വെള്ളം കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ 10 പേർക്ക് വെള്ളം കിട്ടിയില്ലല്ലോ ഒന്നും അവരുടെ വിഷയമല്ല. 10 വീടില്ലെങ്കിൽ 10 പേരുടെ ഒരു കൂടി വന്നാൽ 40-50 വോട്ട്, 10, 500, 1000, 2000 വോട്ടിന് ജയിക്കുന്ന ഒരാൾക്ക് ഇയാളെ 50 വോട്ട് പറഞ്ഞാൽ അതിന്റെ കാര്യമൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായി? അത് നിങ്ങൾക്ക് 5 പേർക്ക് വെള്ളം കിട്ടിയാൽ 5 വീട്ടുകാർക്ക് വെള്ളം കിട്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതേസമയം വേറെ എന്തെങ്കിലും 500 പേർക്ക് ഉപകാരം ഭാവിയിൽ ഉണ്ടാകുമെന്നും പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അതിന്റെ പേരിൽ ഒരു നോട്ടീസൊക്കെ അടിച്ച് ഒരു ഫ്ലെക്സോ ഒക്കെ വെച്ചാൽ അതിനൊരു ഗമ്യമുണ്ട്. ഇത് 4-5 പേർക്ക് വെള്ളം കിട്ടിയില്ല, കറണ്ട് കിട്ടിയില്ല, ഇത് ആര് നോക്കാനൊക്കെ മതി? നിനക്കെന്താ? ഇതൊക്കെ ആര് ശരിയാക്കുന്ന ഈ പറയുന്നത്? എവിടെ ശരിയാകുന്നു? വെറുതെയാണ്. നീ പറഞ്ഞ പോലെ ഇതൊക്കെ നന്നാവണമെന്നുണ്ടെങ്കിൽ ആദ്യം മനുഷ്യനാവണ്ടേ? ഈ രാഷ്ട്രീയവും അത് മാറ്റി വെച്ചിട്ട് മനുഷ്യനാവണം ആദ്യം. ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്തതും മറ്റേ നമ്മളെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. മന്ത്രിയായ മന്ത്രി എല്ലാവരുടെയാണ്, കൗൺസിലറായ കൗൺസിലർ എല്ലാവരുടെയാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് എന്നുണ്ടാവുന്നോ അന്നേ നമ്മൾ ഗുണം പിടിക്കത്തില്ല. പക്ഷെ അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. 2-3 മാസം കൂടി കഴിയട്ടെ. അടുത്ത ഇലക്ഷൻ ടൈം ആകുമ്പോഴേക്ക് എല്ലാ വെള്ളത്തിൻ്റെ എവിടെയൊക്കെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടോ, എവിടെയൊക്കെ റോഡ് കയറിയിട്ടുണ്ടോ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. അതുവരെ സബൂറാവും. ചോദ്യം ചോദിക്കാൻ പാടില്ല. അതാണ് ഉള്ളത്. അതിനൊരു തെളിവാണ് നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ പോലെ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും എല്ലാവരും റെഡിയാക്കും. എന്നിട്ട് വെള്ളം റെഡിയാക്കിയില്ലേ, എല്ലാവർക്കും വെള്ളം കിട്ടുന്നില്ലേ, അപ്പം നീ അമ്മക്കനെ കുത്തനട്ടോ, എല്ലാവരും റെഡിയായില്ലേ എന്നുള്ള ചോദ്യം വരും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ മൗനം. അപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ മൗനം. അതായത് സംസാരത്തിന്റെ വാവ് കൂട്ടി വെച്ചിരിക്കണം. അപ്പോൾ ആ സമയത്താണെങ്കിൽ തുറക്കുള്ളൂ. ഇലക്ഷൻ ടൈമിൽ തുറക്കുള്ളൂ. കുറച്ച് അഹങ്കാരമൊക്കെ കുറച്ച് കോട്ടക്ഷന്മാരും കാര്യമൊന്നല്ലാതെ വേറൊരാൾക്ക് അത് പിടിച്ച കാര്യമില്ല. ഓലെ കുത്തകാക്കിക്കണം. നടക്കട്ടെ ഒന്ന് മനസ്സിലാവുന്നുണ്ട്. ആയിക്കോട്ടെ. പാവങ്ങളായി കാണിക്കാൻ
അതായത് മലപ്പുറം മുനിസിപ്പാലിറ്റി ഭരണരേഖന് കിട്ടിയ ശേഷം മുട്ടുപടിക്ക് വെച്ച് പരിപാടി ഉണ്ടായിരുന്നു, ഒരു യോഗം ഉണ്ടായിരുന്നു. ഈ യോഗത്തിൽ കാട്ടിരുമിച്ച് ബന്ധം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. അതായത് 4-ാം വാർഡിലെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്ത ഒരൊറ്റൊരെണ്ണം സ്വർഗത്ത് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്വർഗം നിറങ്ങും പറയുന്ന ഒരു നാട്ടിൽ എങ്ങനെ വികസനം കൊണ്ടുവരാനാണ്?